ഓം ശാന്തി 15-5-2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഓർമ്മയുടെ ആധാരം സ്നേഹമാണ്. സ്നേഹത്തിൽ കുറവുണ്ടെങ്കിൽ ഓർമ്മ ഏകരസമായിരിക്കില്ല. മാത്രമല്ല, ഓർമ്മയിൽ ഏകരസമില്ല എങ്കിൽ സ്നേഹം ലഭിക്കില്ല. ചോദ്യം: ആത്മാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ഏതാണ്? അതിന്റെ അടയാളം എന്താണ്? ഉത്തരം: ഈ ശരീരമാണ് ആത്മാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തു. ശരീരത്തിനോട് ഇത്രയും സ്നേഹമാണ്, അത് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി അനേകം പ്ലാനുകളാണ് ഉണ്ടാക്കുന്നത്. ബാബ പറയുന്നു, കുട്ടികളെ, ഇത് തമോപ്രധാനമായ മോശമായ ശരീരമാണ്. നിങ്ങൾക്കിപ്പോൾ പുതിയ ശരീരം എടുക്കണം. അതുകൊണ്ട് ഈ പഴയ ശരീരത്തിനോടുള്ള മമത്വം ഉപേക്ഷിക്കണം. ശരീരബോധം ഉണ്ടാകരുത്. ഇത് തന്നെയാണ് ലക്ഷ്യം. ഓം ശാന്തി. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ദൈവിക സ്വരാജ്യത്തിന്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. ഇപ്പോൾ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് പോകുന്നതിന് വേണ്ടി. എവിടെയെങ്കിലും ശാഖകൾ തുറക്കുമ്പോഴും പരിശ്രമിച്ച് ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തിയെക്കൊണ്ട് ഓപ്പണിംഗ് ചെയ്യിക്കാറുണ്ട്. ഇങ്ങനെയുള്ളവരെ കണ്ട് അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥരെല്ലാവരും വരും. ഗവർണർ വരുമ്പോൾ വലിയ വലിയ മന്ത്രിമാരും വരാറുണ്ട്. അഥവാ കളക്ടറെയാണ് വിളിക്കുന്നതെങ്കിൽ വലിയ ആളുകൾ വരില്ല. അതുകൊണ്ട് പരിശ്രമിച്ച് വലിയ ആളുകളെ തന്നെ വരുത്തണം. എങ്ങനെയെങ്കിലും അവർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കൂ. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് എങ്ങനെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ബ്രാഹ്മണർക്കല്ലാതെ മറ്റു മനുഷ്യർക്കാർക്കും ഇതറിയില്ല. ഭഗവാൻ വന്നു കഴിഞ്ഞു എന്നുള്ളത് നേരിട്ട് പറയരുത്. ഇങ്ങനെ വളരെയധികം പേരും പറയുന്നുണ്ട് ഭഗവാൻ വന്നു എന്നും സ്വയത്തെ ഭഗവാൻ എന്ന് പറയുന്നവരും അനവധിയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം, പരിധിയില്ലാത്ത ബാബ വന്ന് പരിധിയില്ലാത്ത സമ്പത്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൽപ്പത്തെ പോലെ ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് ഈ മുഴുവൻ വരിയും എഴുതണം. ആർക്ക് ഭാഗ്യമുണ്ടോ അവർ എഴുത്ത് വായിച്ച് പരിശ്രമിക്കും. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിശ്ചയബുദ്ധിയുള്ള കുട്ടികളെ വരുള്ളൂ. നിശ്ചയബുദ്ധിയുള്ളവർ തന്നെ പിന്നീട് ചില സമയങ്ങളിൽ സംശയബുദ്ധിയായി മാറും. മുന്നോട്ടു പോകവേ തോൽക്കും. എല്ലായ്പ്പോഴും ഒരു ഭാഗം തന്നെ ജയിക്കുക, തോൽവിയേയില്ല. അങ്ങനെ ഒരു നിയമമില്ല. ജയവും പരാജയവും രണ്ടും നടക്കും. യുദ്ധവും 3 പ്രകാരത്തിലാണ് ഉണ്ടാകുന്നത്: ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്. ചിലപ്പോൾ യുദ്ധം ചെയ്യാത്തവർ പോലും കാണുന്നതിന് വേണ്ടി വരാറുണ്ട്. അവരെയും അനുവദിക്കാറുണ്ട്. ഒരുപക്ഷെ അല്പമെങ്കിലും നിറം പിടിച്ച് ഈ സേനയിലേക്ക് വരട്ടെ. എന്തുകൊണ്ടെന്നാൽ ലോകത്തിലുള്ളവർക്ക് അറിയില്ല നിങ്ങൾ മഹാരഥി യോദ്ധാക്കളാണ് എന്ന കാര്യം. എന്നാൽ നിങ്ങളുടെ കൈകളിൽ ആയുധങ്ങൾ ഒന്നും തന്നെയില്ല. നിങ്ങളുടെ കൈകളിൽ ആയുധങ്ങൾ ഒരിക്കലും ശോഭിക്കില്ല. പക്ഷെ ബാബ മനസ്സിലാക്കി തരുന്നുണ്ടല്ലോ, ജ്ഞാനം വാളാണ്, ജ്ഞാനം കഠാരിയാണ്. പക്ഷെ ലോകത്തിലുള്ളവർ അതിനെ സ്ഥൂലമായി മനസ്സിലാക്കി. നിങ്ങൾ കുട്ടികൾക്ക് ബാബ ജ്ഞാനത്തിന്റെ അസ്ത്രശസ്ത്രമാണ് നൽകുന്നത്. ഇതിൽ ഹിംസയുടെ കാര്യമേ ഇല്ല. പക്ഷെ ഇത് മനസ്സിലാക്കുന്നില്ല. ദേവിമാർക്ക് സ്ഥൂലമായ ആയുധങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നു. അവരെ ഹിംസകരാക്കി മാറ്റി. ഇതാണ് പൂർണമായും വിവേകശൂന്യം.
ബാബയ്ക്ക് വളരെ നല്ല രീതിയിൽ അറിയാം ആരെല്ലാം പൂക്കളായി മാറുന്നവരാണ്. ബാബ സ്വയം പറയും, പൂക്കൾ മുന്നിൽ ഉണ്ടാകണം. ഉറപ്പാണ് ഇവർ പൂക്കളായി മാറുന്നവരാണ്. ബാബ പേര് പറയില്ല. അല്ലെങ്കിൽ പറയില്ലേ, ഞങ്ങൾ എന്താ മുള്ളായി മാറുന്നവരാണോ? ബാബ ചോദിക്കുകയാണ്, നരനിൽ നിന്ന് നാരായണനായി ആര് മാറും? അപ്പോൾ എല്ലാവരും കൈപൊക്കും. സ്വയം മനസ്സിലാക്കാൻ സാധിക്കും, ആര് കൂടുതൽ സർവീസ് ചെയ്യുന്നു അവർ ബാബയെയും ഓർമ്മിക്കും. ബാബയോട് സ്നേഹമുണ്ടെങ്കിൽ ഓർമ്മയും അവർക്കാണ് ഉണ്ടാവുക. ഏകരസമായിട്ട് ആർക്കും ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. ഓർമ്മിക്കാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് സ്നേഹമില്ല. സ്നേഹമുള്ള വസ്തുവിനെ വളരെയധികം ഓർമ്മിക്കാറുണ്ടല്ലോ. കുട്ടികളോട് സ്നേഹമുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കുട്ടികളെ മടിയിൽ ഇരുത്തും. ചെറിയ കുട്ടികൾ പൂവാണ്. നിങ്ങൾ കുട്ടികൾക്ക് ഹൃദയത്തിൽ തോന്നാറില്ലേ, ശിവബാബയുടെ അടുക്കൽ പോകണം? ചെറിയ കുട്ടികളോട് ആകർഷണമുണ്ടാകുന്നത് പോലെ ഉടൻ കുട്ടികളെ എടുത്ത് മടിയിലിരുത്തി സ്നേഹിക്കും. പരിധിയില്ലാത്ത ബാബ വളരെ സ്നേഹിയാണ്. എല്ലാ ശുഭമായ മനോകാമനകളും പൂർത്തീകരിച്ചു തരും. മനുഷ്യർക്ക് എന്താ ആവശ്യം? ഒന്നാഗ്രഹിക്കുന്നു, ആരോഗ്യം നല്ലതാകണം, ഒരിക്കലും രോഗം വരരുത്. ഏറ്റവും നല്ലതാണ് ആരോഗ്യം. ആരോഗ്യം നല്ലതാണ്. പക്ഷെ ധനം ഇല്ലെങ്കിൽ ആ ആരോഗ്യം കൊണ്ട് എന്ത് പ്രയോജനം? പിന്നെ വേണം ധനം. ഇതിലൂടെ സുഖം ലഭിക്കും. ബാബ പറയുകയാണ്, നിങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും രണ്ടും തീർച്ചയായും ലഭിക്കും. ഇതൊരു പുതിയ കാര്യമല്ല, വളരെ വളരെ പഴയ കാര്യമാണ്. നിങ്ങൾ തമ്മിൽ കാണുമ്പോഴെല്ലാം ഇങ്ങനെ പറയും, ബാക്കി ഇങ്ങനെ പറയാൻ കഴിയില്ല, ലക്ഷക്കണക്കിന് വർഷമായി, കോടിക്കണക്കിന് വർഷമായി എന്ന്. നിങ്ങൾക്കറിയാം ഈ ലോകം എപ്പോൾ പുതിയതാകും, എപ്പോൾ പഴയതാകും. നമ്മൾ ആത്മാക്കൾ പുതിയ ലോകത്തിലേക്ക് പോകും, പിന്നീട് പഴയ ലോകത്തിലേക്ക് വരും. നിങ്ങളുടെ പേര് തന്നെ ഓൾറൗണ്ടർ എന്നാണ് വെച്ചിരിക്കുന്നത്. ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങളാണ് ഓൾറൗണ്ടർ. പാർട്ട് അഭിനയിച്ച് വളരെയധികം ജന്മങ്ങളെടുത്ത് അന്തിമത്തിൽ എത്തിച്ചേരുന്നു. ആദ്യം ആരംഭത്തിൽ നിങ്ങളാണ് പാർട്ട് അഭിനയിക്കാൻ വരുന്നത്. അതാണ് മധുരമായ ശാന്തിയുടെ വീട്. മനുഷ്യർ ശാന്തിക്ക് വേണ്ടി എത്ര പ്രയാസപ്പെടുന്നു, ഇതുപോലും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ശാന്തിധാമത്തിലുള്ളവരായിരുന്നു. അവിടെ നിന്നും പാർട്ട് അഭിനയിക്കാൻ വന്നവരാണ്. പാർട്ട് പൂർത്തിയായാൽ നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകും. എല്ലാവരും ശാന്തിധാമത്തിൽ നിന്നാണ് വന്നത്. എല്ലാവരുടെയും വീട് ബ്രഹ്മലോകമാണ്, ബ്രഹ്മാണ്ടം. അവിടെയാണ് എല്ലാ ആത്മാക്കളും വസിച്ചിരുന്നത്. രുദ്രനെ പോലും എത്ര വലുതായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അണ്ഡാകൃതിയിൽ. ആത്മാവ് എത്രയോ ചെറുതാണെന്ന കാര്യം അറിയുന്നില്ല. നക്ഷത്രം പോലെയാണെന്ന് പറയും, പക്ഷെ പൂജിക്കുന്നത് വലുതിനെ തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഇത്രയും ചെറിയ ബിന്ദുവിനെ പൂജിക്കാൻ സാധിക്കില്ല. പൂജ ആരുടേതാണ് ചെയ്യേണ്ടത്? വലിയ രൂപങ്ങളുണ്ടാക്കും, പൂജിക്കും, പാലും ഒഴിക്കാറുണ്ട്. വാസ്തവത്തിൽ ശിവൻ ആ ഭോക്താവാണ്. എന്തിനാണ് ശിവലിംഗത്തിൽ പാല് കൊണ്ടുപോയി ഒഴിക്കുന്നത്? പാല് കുടിച്ചാൽ ഭോക്താവായി മാറില്ലേ? ഇത് അത്ഭുതമാണ്. എല്ലാവരും പറയും, ബാബ നമ്മുടെ അവകാശിയാണ്. ഞങ്ങൾ ബാബയുടെ അവകാശിയാണ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ബാബയിൽ അർപ്പണമായി.
എങ്ങനെയാണോ പിതാവ് കുട്ടികളിൽ അർപ്പണമായി മുഴുവൻ സമ്പത്തും കുട്ടിക്ക് കൊടുത്ത് സ്വയം വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നു, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി ബാബയിൽ നിന്നും എത്രത്തോളം സമ്പാദ്യം ഉണ്ടാക്കുന്നോ അത്രത്തോളം നമ്മൾ സുരക്ഷിതമായി. പാടാറുണ്ടല്ലോ, ചിലരുടേത് മണ്ണിനടിയിൽ പോകും. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഒന്നും അവശേഷിക്കില്ല, എല്ലാം ഭസ്മമാകും. വിമാനം വീണു, വിനാശം സംഭവിച്ചു, അപ്പോൾ കള്ളന്മാർക്ക് എല്ലാ സമ്പത്തും ലഭിച്ചു. ഇങ്ങനെയല്ല. എന്നാൽ കള്ളന്മാർ പോലും ഇല്ലാതാകും. വിനാശസമയത്ത് മോഷണം പോലും ഇല്ലാതാകും. ഇല്ല എങ്കിൽ വിമാനം വീണുകഴിഞ്ഞാൽ ആദ്യമാദ്യം എല്ലാ സമ്പത്തും കൊള്ളക്കാരുടെ കൈകളിൽ വരും. പിന്നെ അവർ അതിനെ കാടുകളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കും. സെക്കൻഡിൽ ജോലി ചെയ്യും. പല പ്രകാരത്തിലാണ് മോഷണം ചെയ്യുന്നത്. ചിലർ റോയലായി, ചിലർ റോയൽറ്റി ഇല്ലാതെ. നിങ്ങൾക്കറിയാം, ഇതെല്ലാം വിനാശമാകാനുള്ളതാണ്. നിങ്ങൾ മുഴുവൻ വിശ്വത്തിന്റെയും അധികാരിയായി മാറും. നിങ്ങൾക്കൊന്നും തിരയേണ്ടതായി വരില്ല. നിങ്ങൾ വളരെ ഉയർന്ന വീടുകളിൽ പോയി ജന്മമെടുക്കും. പൈസയുടെ ആവശ്യം വരില്ല. രാജാക്കന്മാർക്ക് ഒരിക്കലും പൈസ നേടണം എന്ന ചിന്ത ഉണ്ടായിരിക്കില്ല. ദേവതകൾക്ക് ഒട്ടുമുണ്ടായിരിക്കില്ല. ബാബ നിങ്ങൾക്ക് ഇത്രയും നൽകുകയാണ്. നിങ്ങളിൽ നിന്ന് ആരും ഒരിക്കലും മോഷ്ടിക്കുകയോ അസൂയപ്പെടുകയോ പോലും ചെയ്യില്ല. നിങ്ങൾ പൂർണമായും പൂക്കളായി മാറുന്നവരാണ്. മുള്ളും പൂവും ഉണ്ടല്ലോ, ഇവിടെ എല്ലാവരും മുള്ളുകളാണ്. ആർക്ക് വികാരമില്ലാതെയിരിക്കാൻ സാധിക്കുന്നില്ലയോ അവരെ തീർച്ചയായും മുള്ളെന്നാണ് പറയുക. രാജാവ് മുതൽ എല്ലാവരും മുള്ളുകളാണ്. ബാബ പറയുകയാണ്, ഞാൻ നിങ്ങളെ ഈ ലക്ഷ്മി നാരായണനെ പോലെ ആക്കി മാറ്റുന്നു. അതായത് രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുന്നു. മുള്ളുകൾ പൂക്കളായവരുടെ മുന്നിൽ ശിരസ് കുനിക്കും. ഈ ലക്ഷ്മി നാരായണൻ വിവേകശാലിയല്ലേ? ബാബ മനസ്സിലാക്കി തരികയാണ്, സത്യയുഗത്തിലുള്ളവരെ മഹാരാജാവെന്നും ത്രേതായുഗത്തിലുള്ളവരെ രാജാവെന്നും പറയുന്നു. വലിയ വ്യക്തിയെ പറയും മഹാരാജാവെന്ന്, ചെറിയ വരുമാനക്കാരെ പറയും രാജാവെന്ന്. മഹാരാജാവിന്റെ രാജസദസ്സാണ് ആദ്യം ഉണ്ടാവുക. പദവി പ്രകാരമാണല്ലോ. കസേരകൾ പോലും നമ്പർ വൈസായി ലഭിക്കും. മനസ്സിലാക്കൂ, വരാനുള്ളവരല്ല, പക്ഷെ വന്നുവെങ്കിൽ അവർക്ക് ആദ്യം കസേര കൊടുക്കും, ആദരവ് കൊടുക്കും. നിങ്ങൾക്കറിയാം, നമ്മുടെ മാല തയ്യാറാവുകയാണ്. ഇത് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലേ ഉള്ളൂ, വേറെ ആരുടെ ബുദ്ധിയിലും ഇല്ല. രുദ്രമാലയെടുത്ത് ജപിക്കാറുണ്ടല്ലോ, നിങ്ങളും ജപിച്ചിരുന്നു. അനേക മന്ത്രങ്ങൾ ജപിച്ചിരുന്നു. ബാബ പറയുന്നു, ഇതെല്ലാം ഭക്തിയാണ്. ഇവിടെ ഒരാളെയാണ് ഓർമ്മിക്കേണ്ടത്. ബാബ വിശേഷിച്ചും പറയാറുണ്ട്, മധുരമധുരമായ ആത്മീയ കുട്ടികളെ, ഭക്തി മാർഗത്തിൽ ദേഹാഭിമാനം കാരണം നിങ്ങൾ എല്ലാവരെയും ഓർമ്മിച്ചിരുന്നു. ഇപ്പോൾ എന്നെ മാത്രം ഓർമ്മിക്കൂ. ഒരു ബാബയെ ലഭിച്ചതിനാൽ എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ വളരെ സന്തോഷമുണ്ടാകും. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ മുഴുവൻ വിശ്വത്തിന്റെയും ചക്രവർത്തി പദവി ലഭിക്കും. എത്രയും സമയം കുറയുന്നുവോ അത്രയും കൂടുതൽ കൂടുതൽ ബാബയെ ഓർമ്മിക്കൂ. ദിനം പ്രതിദിനം മുന്നേറിക്കൊണ്ടിരിക്കും. ആത്മാവ് ഒരിക്കലും ക്ഷീണിക്കുന്നില്ല. ശരീരം കൊണ്ട് മലയെല്ലാം കയറുമ്പോൾ ക്ഷീണിക്കും. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ ഒരിക്കലും ക്ഷീണിക്കുന്നില്ല. സന്തോഷവും ഉണ്ടായിരിക്കും. ബാബയെ ഓർമ്മിച്ച് മുന്നോട്ടു പോകൂ. പകുതി കൽപ്പത്തോളം കുട്ടികൾ പരിശ്രമിച്ചു ശാന്തിധാമത്തിലേക്ക് പോകുന്നതിന് വേണ്ടി.
ലക്ഷ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ പരിചയമുണ്ട്. ഭക്തി മാർഗത്തിൽ ആർക്കു വേണ്ടിയാണോ ഇത്രയും ചെയ്തത്, ആ ആൾ പറയുന്നു, ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾ ആലോചിക്കൂ, ബാബ ശരിയാണോ പറയുന്നത് അതോ അല്ലേ? മനുഷ്യർ മനസ്സിലാക്കുന്നത് വെള്ളത്തിലൂടെ പാവനമായി മാറുമെന്നാണ്. വെള്ളം ഇവിടെയും ഉണ്ടല്ലോ. ഇതെന്താണ്, ഗംഗാജലമാണോ? അല്ല. മഴ പെയ്യുമ്പോൾ എല്ലാം കൂടി ഒരുമിക്കുന്ന ജലം വെള്ളച്ചാട്ടത്തിലൂടെ വന്നുകൊണ്ടിരിക്കും. ആ വെള്ളത്തെ ഗംഗാജലമെന്ന് പറയില്ല. ഒരിക്കലും നിൽക്കുന്നില്ല, പ്രകൃതിയാ ഉള്ളതാണ്. മഴ നിന്നാലും വെള്ളം വന്നുകൊണ്ടേയിരിക്കും. വൈഷ്ണവർ എപ്പോഴും കിണർ വെള്ളമാണ് കുടിക്കുന്നത്. ഒരു ഭാഗത്ത് മനസ്സിലാക്കുന്നു പവിത്രമാണെന്ന്, മറുഭാഗത്ത് പതീതത്തിൽ നിന്ന് പാവനമായി മാറുന്നതിനു വേണ്ടി ഗംഗാസ്നാനം ചെയ്യാൻ പോകുന്നു. ഇതിനെയാണ് അജ്ഞാനമെന്ന് പറയുക. മഴവെള്ളം നല്ലതാണ്. ഇതും ഡ്രാമയുടെ അത്ഭുതമെന്ന് പറയപ്പെടുന്നു. ഈശ്വരന്റെ സ്വാഭാവികമായ അത്ഭുതമാണ്. ബീജം എത്ര ചെറുതാണ്, അതിൽ നിന്നുണ്ടാകുന്ന വൃക്ഷം എത്ര വലുതാണ്. നിങ്ങൾക്കറിയാം, ഭൂമി വരണ്ടുണങ്ങിക്കഴിഞ്ഞു. അതിന് ശക്തിയില്ല. ഒന്നിലും തന്നെ സ്വാദ് ഉണ്ടായിരിക്കില്ല. നിങ്ങൾ കുട്ടികൾക്ക് ബാബ ഇവിടെ എല്ലാ അനുഭവവും ചെയ്യിപ്പിക്കുകയാണ്, സ്വർഗം എങ്ങനെ ഉണ്ടായിരിക്കും എന്ന്. ഡ്രാമയിൽ ഇതും അടങ്ങിയതാണ്. കുട്ടികൾക്ക് സാക്ഷാത്കാരം ഉണ്ടായിരിക്കും. സത്യയുഗത്തിലെ ഫലങ്ങളെല്ലാം എത്ര മധുരമുള്ളതായിരിക്കും. നിങ്ങൾ ധ്യാനത്തിൽ കണ്ട് വന്ന് കേൾപ്പിക്കും. ഇവിടെ എന്തെല്ലാം സാക്ഷാത്കാരം ചെയ്യിപ്പിക്കുന്നു, അവിടെ പോയി എല്ലാം കണ്ണുകൾ കൊണ്ട് കാണും, വായിലൂടെ കഴിക്കും. എന്തെല്ലാം സാക്ഷാത്കാരം ചെയ്യുന്നോ അതെല്ലാം ഈ കണ്ണുകളിലൂടെ കാണും. പക്ഷെ പുരുഷാർത്ഥം അനുസരിച്ച്. അഥവാ പുരുഷാർത്ഥം ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പദവി ലഭിക്കും? നിങ്ങളുടെ പുരുഷാർത്ഥം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിനാശത്തിന് ശേഷം ലക്ഷ്മി നാരായണന്റെ രാജ്യം ഉണ്ടാകും. നിങ്ങൾക്കറിയാം, പാവനമായി മാറാൻ സമയമെടുക്കും. ഓർമ്മയാകുന്ന യാത്രയാണ് മുഖ്യം. സഹോദരി സഹോദരൻ എന്ന് മനസ്സിലാക്കുന്നതിലൂടെ മാറ്റം വരുന്നില്ല എങ്കിൽ പറയുന്നു സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കൂ. സഹോദരി സഹോദരനാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ദൃഷ്ടി പരിവർത്തനപ്പെടുന്നില്ല. സഹോദരങ്ങളെന്ന് കാണുന്നതിലൂടെ ശരീരത്തിലേക്ക് ദൃഷ്ടി പോകില്ല. നമ്മളെല്ലാവരും ആത്മാക്കളാണ്, ശരീരമല്ല. എന്തെല്ലാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു അതെല്ലാം വിനാശമാകാൻ ഉള്ളതാണ്. ഈ ശരീരം ഉപേക്ഷിച്ച് നിങ്ങൾ അശരീരി ആകണം. നിങ്ങൾ എങ്ങനെയാണ് ശരീരം ഉപേക്ഷിച്ചു പോകേണ്ടത്, അത് പഠിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ലക്ഷ്യമല്ലേ? ശരീരമാണ് ആത്മാവിന് വളരെ പ്രിയപ്പെട്ട വസ്തു. ശരീരം ഉപേക്ഷിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്ലാനുകൾ തയ്യാറാക്കുന്നു. എങ്ങനെയും ഈ ശരീരം ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ ശ്രമിക്കുന്നു. ആത്മാവിന് ഈ ശരീരത്തിനോട് വളരെ വളരെ സ്നേഹമാണ് ഉള്ളത്. ബാബ പറയുകയാണ്, ഇത് പഴയ ശരീരമാണ്. നിങ്ങളും തമോപ്രധാനം, ശരീരവും തമോപ്രധാനം. അതുകൊണ്ടാണ് ദുഃഖങ്ങളും രോഗവും വരുന്നത്. ബാബ പറയുകയാണ്, ഈ ശരീരത്തിനോട് സ്നേഹം വെക്കരുത്. ഇത് പഴയ ശരീരമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ ശരീരം വാങ്ങിക്കണം. വാങ്ങിക്കാൻ കടയൊന്നും ഉണ്ടായിരിക്കില്ല. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, പാവനമായി മാറൂ. ശരീരവും നിങ്ങൾക്ക് പാവനമായത് ലഭിക്കും. 5 തത്വവും പാവനമായി മാറും. ബാബ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരികയാണ്. പിന്നെ പറയുന്നു, മന്മന ഭവ. ശരി,
വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. നമ്മൾ ശിവബാബയുടെ അവകാശിയാണ്. ബാബ നമ്മുടെയും അവകാശിയാണ്. ഈ നിശ്ചയത്തിലൂടെ ബാബയിൽ പൂർണമായും സമർപ്പണമാകണം. എത്രത്തോളം ബാബയിൽ നിന്ന് ശേഖരിക്കുന്നുവോ അത്രത്തോളം സുരക്ഷിതരാകും. പറയാറില്ലേ, ചിലരുടേത് മണ്ണിനടിയിൽ പോകും. 2. മുള്ളിൽ നിന്നും ഇപ്പോൾ പൂക്കളായി മാറണം. ഏകരസമാകുന്ന ഓർമ്മയും സേവനത്തിലൂടെയും ബാബയുടെ സ്നേഹത്തിന് അധികാരിയായി മാറണം. ദിനം പ്രതിദിനം ഓർമ്മയുടെ ചുവട് മുന്നേറിക്കൊണ്ടിരിക്കണം. വരദാനം: തന്റെ പുരുഷാർത്ഥത്തിന്റെ വിധിയിൽ സ്വയം തന്റെ പുരോഗതിയുടെ അനുഭവം ചെയ്യുന്ന സഫലതയുടെ നക്ഷത്രമായി ഭവിക്കട്ടെ. ആരാണോ തന്റെ പുരുഷാർത്ഥത്തിന്റെ വിധിയിൽ സ്വയത്തിന്റെ പുരോഗതി അല്ലെങ്കിൽ സഫലത അനുഭവം ചെയ്യുന്നത്, അവരാണ് സഫലതയുടെ നക്ഷത്രം. അവരുടെ സങ്കല്പത്തിൽ സ്വയം തന്റെ പുരുഷാർത്ഥത്തെ പ്രതി ഒരിക്കലും എന്താണെന്ന് എനിക്കറിയില്ല, ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നറിയില്ല, ഇങ്ങനെയുള്ള അസഫലതയുടെ അംശമാത്രം പോലും ഉണ്ടാകില്ല. സ്വയത്തെ പ്രതി സഫലത അധികാരത്തിന്റെ രൂപത്തിൽ അനുഭവം ചെയ്യും. അവർക്ക് സഹജമായും സ്വതവേയും സഫലത ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സ്ലോഗൻ: സുഖസ്വരൂപരായി സുഖം നൽകൂ, എന്നാൽ പുരുഷാർത്ഥത്തിൽ ആശീർവാദങ്ങൾ ശേഖരിക്കപ്പെടുന്നു. ഓം ശാന്തി.